പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിന്റെ അകത്താണ്. ഈ അടുത്ത കാലത്ത് ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ചതാണ് ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ഇങ്ങോട്ടുള്ള കോൺക്രീറ്റ് ചെയ്ത പാത. നിങ്ങൾ ഇന്ന് അതിന്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കിയാൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ വരുന്ന ഒരു പ്രവേശന കവാടം കിടക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് കാണുക. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ മുടക്കി പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. ഈ സെപ്റ്റംബർ ആയപ്പോഴത്തേന് 1 വർഷം പൂർത്തിയായാണ്. അതിൻ്റെ പ്രവേശന കവാടം കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ വാഹനങ്ങൾ വരുന്നതും പോകുന്നതും നിങ്ങൾക്ക് കാണുന്നതേ. ഇതൊക്കെ ഭാഗ്യം കൊണ്ടാണ് തട്ടും മുട്ടും കിട്ടാതെ പോകുന്നത്. ഇവിടെ ഒരു ദിവസം 4-5 അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സുഹൃത്തുക്കൾ. ഞാനവിടെ വീഡിയോ എടുത്തപ്പോൾ അവരെൻ്റെ അരികെ വന്നായിരുന്നു. അവരെന്നോട് പറഞ്ഞു മിക്ക ദിവസവും ഇവിടെ അപകടങ്ങളാണ്, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർ പറയുന്നത്. ഏറ്റവും കൂടുതൽ 2 വീലർ യാത്രക്കാരെയാണ് ബാധിക്കുന്നത്. പിന്നെ കറേച്ചാലിയിൽ നിന്ന് വരുന്ന ബസ് ഈ സൈഡ് തീർത്തെടുക്കുമ്പോഴത്തേന് ഇവിടെ ഒരു കടയുണ്ട്. കടയുടെ ഷീറ്റ് വരെ എന്നിട്ട് പല പ്രാവശ്യം തന്നെ ഈ സൈഡ് ചേർന്ന് ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നാണ് പോകുന്നത്. വണ്ടി പോകുമ്പോഴത്തേന് ആ കടയുടെ ഷീറ്റിനിട്ടൊക്കെ തട്ടിയിട്ടാണ് അവരവിടെ ഒരു കരിങ്കല്ല് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വഴിയുടെ സൈഡിനോട് ചേർന്ന്. കാരണം അത് ഇത്രയ്ക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി. കണ്ടോ, വാഹനങ്ങൾ അവിടെ നിന്നും കൂടെ കയറി വരുമ്പോഴത്തേന് അത്രയ്ക്ക് മോശമാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ട്രാഫിക് പോലീസിൻ്റെ സൈൻ ബോർഡാണ്. നിങ്ങൾക്ക് കാണാം തിരുവല്ല തെങ്ങണ പുതുപ്പള്ളി റൈറ്റ് സൈഡിലോട്ട് ആരോ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഇവിടെ വെക്കേണ്ട ബോർഡാണെന്ന് തോന്നുന്നില്ല. ഇത് വേറെ എവിടെയോ ഇരുന്ന ബോർഡ് എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചതാണ്. നമുക്കിപ്പം പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇതിലേ വരുന്നുണ്ട്, വണ്ടിയിലേക്ക് ഇറങ്ങുന്നത് കണ്ടായിരുന്നു. അവർ വരുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം. മിക്ക വാഹനത്തിൻ്റെയും അടിവശം അവിടെ തട്ടുന്നുണ്ട്. അവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അറിയാം. ഇതിവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന നമ്മുടെ സുഹൃത്താണ്. പുള്ളിക്ക് ജന്മന സംസാരശേഷി ഇല്ലാത്തതാണ്. എന്നോട് പറഞ്ഞ് മിക്ക ദിവസവും അവിടെ ഓരോരുത്തർ വീഴുന്നുണ്ടെന്ന് എന്നോട് കാണിക്കുന്നത്. ശരിയാണ്. മാറ്റി കഴിഞ്ഞിട്ട് വണ്ടികൾ പിന്നെ വന്നിട്ട് പോലീസുകാർ വീണ്ടും എടുത്ത് തിരിച്ചതുപോലെ വെച്ചു. വച്ചപ്പോൾ അതങ്ങനെ മാറിപ്പോയി. ആരമാർക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ടല്ലേ. ഈ സൈഡ് തേടല്ലേ, കാരണം ബസ് വരുന്നുണ്ട്. ഞങ്ങൾ മാറ്റിയിട്ട് ബസ് ഇതിലേക്കൂടെ നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. നേരത്തെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വരിപ്പണി വന്നു കഴിഞ്ഞാൽ റോഡ് വെച്ച് അടച്ചതാണ്. ബസ് ഇപ്പം ഇങ്ങനെ തന്നെ വന്നാൽ അങ്ങനെ കയറുമ്പോൾ അങ്ങോട്ട് ഉണ്ടാകും. അങ്ങനെ കയറുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ട് തിരിയുമ്പോൾ തന്നെ ബൈക്കുകാർ ശ്രദ്ധിക്കാതെ പിള്ളേർ വരുന്നുണ്ട്. ഓവർ സ്പീഡിൽ അവർ നേരെ കയറി വരും. നേരെ കയറി വന്ന് 4 ഇടി ഇടിക്കും. 4 വണ്ടിക്കാർ വീണു. ഇവിടെ വന്ന് ചെറുത്ത് വീഴുന്ന ഞങ്ങൾ ബുക്ക് എടുത്ത് വലിയ പരിക്കില്ലാതെയൊക്കെ അവർ പോയത്. കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എഴുതായിട്ട് പോകും. വലിയ അത് കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം അല്ല, ഇങ്ങനെ കയറി വരുന്നതുകൊണ്ട് വലിയ പ്രശ്നം അതുകൊണ്ട് ഇങ്ങനെ കയറി വരുന്നതാണ്. അങ്ങനെ കയറി നേരെ വരുന്ന ബൈക്കുകാർ നോക്കാതെ കയറി വരും. ചില വണ്ടി 10 ഇന്ത്യക്കാർ ഇടുകയായിരുന്നു വെച്ചു. ചിലർ എല്ലാവരും ചിലപ്പോൾ കിട്ടുന്ന വരിക. അതാണ് നോക്കുന്നില്ല, ഒരു വീശിയല്ലേ കയറുന്നത്. ഇത് കയറുമ്പോൾ വായിക്ക് വന്ന് തട്ടി വീഴുന്നുണ്ട്. അതിന് ഇതിലേക്കൂടെ വണ്ടി കയറുവാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇതിലേക്കൂടെ അത് അങ്ങനെ വണ്ടി കയറി വരുന്നുണ്ടോ? അത് അങ്ങനെ കയറുന്നു. ഒരു ആംബുലൻസ് വരുന്നുണ്ട്. ആംബുലൻസുകാർ മിക്കവാറും നേരെ പോകത്തുള്ളൂ. കാരണം ബസ് സ്റ്റാൻഡിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥയൊന്നും പറയണ്ട നിങ്ങൾക്ക്. ഇദ്ദേഹത്തിന് ജന്മനാ സംസാരശേഷി ഇല്ലാത്തതാണ്. എന്നിട്ട് എന്നോട് പറയുന്നത് അവിടെ എന്തെങ്കിലും ഇടാനൊക്കെയാണ് പറയുന്നിട്ട്, എന്നാലേ അവിടുത്തെ കുഴി അടച്ചെങ്കിൽ മാത്രം അപകടം കുറയുള്ളൂ എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വാഹനങ്ങൾ അതുപോലെ പുതുപ്പള്ളിയിൽ അതുപോലെ തിരക്കാണ് വാഹനങ്ങളുടെ.
അപ്പം പോലീസ് ഉദ്യോഗസ്ഥരിവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു? ട്രാഫിക് പോലീസിൻ്റെ ബോർഡ് കണ്ടു? ഇല്ല, കണ്ടില്ല. തിരുവല്ല തെങ്ങണ പുതുപ്പള്ളി. അതെ, ഈ എന്തെങ്കിലും ഡൈവർഷന്റെ സമയത്ത് വന്ന് മാറ്റി കഴിഞ്ഞിട്ടേ തിരിച്ചു വെച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ശരിയാവത്തില്ലേ? ഇത് ഇങ്ങോട്ടാ വെക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ല തെങ്ങണ പുതുപ്പള്ളി എന്നുള്ള അവിടെ വെക്കേണ്ട എങ്ങാണ്ട് മാറി കൊണ്ട് വെച്ചിരിക്കുന്ന അത് കോട്ടയം പാല മണർകാട് അങ്ങോട്ട് വെച്ചിരിക്കുന്ന ബോർഡാണ്. ഈ ബോർഡേ സെൻട്രൽ ജംഗ്ഷനിലിരുന്ന ബോർഡ് എന്തോ ആണ്. പക്ഷെ ഇവിടെ വെക്കുമ്പോൾ തന്നെ അത് മിസ്ഗൈഡിങ് ആണ്. അല്ലെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് അതെങ്കിലും എടുത്ത് ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ, കാരണം നമുക്ക് ആ ബോർഡ് ഇങ്ങോട്ട് കയറ്റി വെക്കാം. അത് കുഴപ്പമില്ല, അതിലെ പിന്നെ വണ്ടി പോകത്തില്ലല്ലോ, അത് ഇങ്ങോട്ട് ചേർത്ത് വെച്ചാൽ മതി. അതുപോലെ നമ്മുടെ റോഡുകളൊന്നും നിലനിൽക്കാത്തതിൻ്റെ കാര്യം എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സാധനം കയറി വരുന്നത് നിങ്ങൾ കണ്ടോ? അതേ നോക്കി കാണാം, കണ്ടോ? ഇത്ര ടണ്ണുള്ള ലോറികളാണ്, കണ്ടോ? അമിത ലോഡാണ് ഈ വരുന്നത്, കണ്ടോ? അത് കയറി കഴിഞ്ഞാൽ എങ്ങനെ റോഡ് പോകാതിരിക്കും? അത്രയും സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റോഡും തയ്യാറാകണം, എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പോകാതിരിക്കത്തുള്ളൂ. കണ്ടോ? വണ്ടിക്കാരൊക്കെ വരുമ്പോഴത്തേന് രോഗികളായിട്ട് ആശുപത്രി പോകുന്ന വണ്ടികളൊക്കെ അവിടെ ഒന്ന് നിർത്തി കണ്ടോ? അതുപോലെ കണ്ടോ? നിങ്ങൾക്ക് കാണാം, കണ്ടോ? വണ്ടിയുടെ അടി ഫ്രണ്ട് വശമെല്ലാം മിക്ക കാറിൻ്റെ അടിയിരിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് കാണാം. അത്രയ്ക്കും കണ്ടോ? പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഈ ബസ് സ്റ്റാൻഡിൽ പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ യാതൊരു സംവിധാനവും ഇല്ലാത്ത ഏക ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് പുതുപ്പള്ളി ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ദിവസം മിക്കപ്പോഴും ഒരു ദിവസം ഒരു 4-5 കോളെങ്കിലും എൻ്റെ ഫോണിൽ വരും. കൂടുതലും മെസ്സേജുകൾ സ്ത്രീകളാണ്. അപ്പം അവർക്ക് പ്രാഥമിക സൗകര്യത്തിന് യാതൊരു സംവിധാനവും ഇവിടെ ഇല്ല. ആണുങ്ങളെ സംബന്ധിച്ച് അവർക്ക് എങ്ങോട്ടെങ്കിലും മാറാം. പക്ഷേ ആ പരിസരങ്ങളെല്ലാം ഇപ്പം പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി അവിടെ ഒരു ബാത്റൂം പണിതിട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇന്നിപ്പോൾ സ്കൂളിലെ പിള്ളേരെല്ലാം വൃത്തിയാക്കിക്കൊണ്ടാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നല്ല മനോഹരമായിട്ട് തന്നെ കിടക്കുന്നു. പരിസരങ്ങളെല്ലാം വൃത്തിയായിട്ട് കിടക്കുന്നു. അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ അകവശം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഭാഗം കിടക്കുന്ന കാഴ്ച നിങ്ങൾക്കൊന്ന് കാണാം. ഉണ്ടോ? ഇവിടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്, ഇതുപോലെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഉണ്ടോ? 2 വീലർ യാത്രക്കാർ വരുന്ന വഴി നിങ്ങൾക്കൊന്ന് കാണാം. അതുപോലെ ഇവിടെ നിന്ന് ബസ് ഇറങ്ങിപ്പോകുന്ന വഴികൾ ഈ അടുത്ത കാലത്ത് ലക്ഷങ്ങൾ മുടക്കി ഇൻ്റർലോക്ക് ഇട്ട റോഡാണ്. ഇപ്പം ഇതിൽ കടലിക്കോടെ വള്ളത്തെ പോകുന്നെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പം. അതുപോലെ ഈ റോഡ് ചെന്ന് മറ്റേ പള്ളിയുടെ അങ്ങോട്ടുള്ള റോഡോട് ചെന്ന് കയറുന്നിടോ ഇതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് മുഴുവൻ കിടക്കുകയാണ്. അവിടെ ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് ഇതുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? അതുപോലെ ഏറ്റവും അത്യാവശ്യമായിട്ട് തുറന്നു കൊടുക്കേണ്ടതാണ് ആ ബാത്റൂം. കാരണം വളരെയേറെ അവിടെ വരുന്ന യാത്രക്കാർ വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെ ഒരു മത്സ്യഫെഡിൻ്റെ സ്റ്റാളുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പം 1 മാസത്തിന് മുകളിലായി. പക്ഷേ അവർ ആ ഷെഡ് ഇതുവരെ പൊളിച്ച് മാറ്റിയിട്ടില്ല. അതും അവിടെ ഒരു നോക്കൂത്തി പോലെ അവിടെ അതും നിൽക്കുന്നു.